അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം വെണ്ടയ്ക്കാണ് എടുത്തിട്ടുള്ളത്. വെണ്ടയ്ക്ക നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതിന്റെ വെള്ളമൊക്കെ മാറിയതിന് ശേഷം എടുക്കാം. വെണ്ടയ്ക്ക എടുക്കുന്ന സമയത്ത് നല്ല പിഞ്ച് വെണ്ടയ്ക്ക നോക്കി എടുക്കാം. ഇനി വെണ്ടയ്ക്കയുടെ രണ്ടറ്റം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. വെണ്ടയ്ക്ക നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു കോട്ടൺ ടവൽ വെച്ച് തുടച്ച് വൃത്തിയാക്കി അതിന്റെ രണ്ടറ്റവും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് മെയിനായിട്ട് വേണ്ടത് പപ്പടമാണ്. ഞാനിപ്പോൾ 5 പപ്പടമാണ് എടുത്തിട്ടുള്ളത്. ഈ പപ്പടം നമ്മൾ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 5 പപ്പടവും ഇതുപോലെ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഏത് എണ്ണയിൽ വേണമെങ്കിലും ചെയ്യാം. വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടും. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പടം കുറച്ചായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ച് എണ്ണയെ എടുത്തുള്ളൂ, അതുകൊണ്ടാണ് കുറച്ചായിട്ട് പപ്പടം ഫ്രൈ ചെയ്തെടുക്കുന്നത്. എണ്ണയിൽ നിന്ന് പപ്പടം ഫ്രൈ ആയിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയിരിക്കുന്ന പപ്പടവും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ പപ്പടവും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്ത പപ്പടം മുഴുവനും ഫ്രൈ ചെയ്തെടുത്തു. നമ്മൾ പപ്പടം ഫ്രൈ ചെയ്തെടുത്തിട്ട് ബാക്കി എണ്ണയിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെണ്ടയ്ക്ക ഒന്ന് നല്ലോണം മൊരിയിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പെട്ടെന്ന് വഴുവഴുപ്പ് മാറി മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് നാരങ്ങയുടെ പകുതി നാരങ്ങ അതിൻ്റെ കുരു എല്ലാം മാറ്റിയതിന് ശേഷം ഇതിലേക്ക് അങ്ങ് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ മാറി പെട്ടെന്ന് വെണ്ടയ്ക്ക ഫ്രൈ ആയി കിട്ടും. അപ്പോൾ വെണ്ടയ്ക്ക എല്ലാം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുത്ത വെണ്ടയ്ക്ക എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തെടുത്തിട്ട് ബാക്കി കുറച്ച് എണ്ണ ഉണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കാം. 1 ടീസ്പൂൺ വലിയ ജീരകം ഒന്ന് ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു മണവും ടേസ്റ്റും കിട്ടും വലിയ ജീരകം ചേർത്ത് കൊടുക്കുമ്പോൾ. അതിൻ്റെ കൂടെ തന്നെ 2-3 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചത് ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. വലിയ ജീരകമൊക്കെ ഒന്ന് മൂത്ത് നല്ലൊരു മണം വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വലിയ ജീരകമൊക്കെ മൂത്ത് കടുകെല്ലാം പൊട്ടി നല്ലൊരു മണം വരുന്നുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് ഒരു 6 വെളുത്തുള്ളി അല്ലി ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്ത് ഒരു 10-15 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ചുവന്ന് മാറുന്നവരെ ഇളക്കി കൊടുത്താൽ മതിയാവും. എണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. എനിക്ക് അത്യാവശ്യത്തിന് എണ്ണ ഉണ്ട്, അതുകൊണ്ട് ഇനി എണ്ണ ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സവാള വഴറ്റിയതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഒരു 10-15 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചെറിയ ഉള്ളി ചതച്ചാണ് എടുത്തിട്ടുള്ളത്. ഇടികല്ല് വെച്ചിട്ട് ചതച്ചാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നീളത്തിൽ വേണമെന്നുണ്ടെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അതുപോലെ സവാള മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സവാള ഉള്ളിയൊക്കെ ഒന്ന് വയന്ന് ഗോൾഡൻ നിറാവണം. അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ സവാള ഉള്ളിയൊക്കെ വയന്ന് ഒരു ഗോൾഡൻ നിറായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. കുറച്ച് പൊടി ഐറ്റംസ് ചേർക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കുക. നമ്മൾ എത്രയാണോ മുളക് പൊടി എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം. 2 ടീസ്പൂൺ. പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറി കിട്ടുന്നത് വരെ ഒരു 10-15 സെക്കൻഡ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. 10-15 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്ത് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയതിന് ശേഷം ഇതിലേക്ക് 2 വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം തക്കാളി ഒന്ന് വാടി വരണം. മൂടി വെച്ച് കൊടുക്കാം.
അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. തക്കാളിയൊക്കെ വാടി വന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ തടുത്തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിതുവരേക്കും ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. പപ്പടത്തിൽ ആവശ്യത്തിന് ഉപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉണ്ടാവും ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ തിളച്ച് അതാന്ന് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുക. വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം, വെണ്ടയ്ക്കയിൽ വേവൊന്നുമില്ലല്ലോ, നമ്മൾ ഫ്രൈ ചെയ്തല്ലേ എടുത്തിട്ടുള്ളത്. ഫ്രൈ ചെയ്തെടുത്ത് വെച്ച പപ്പടവും കൂടി ചേർക്കാം. പപ്പടം മുഴുവനും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പപ്പടവും ആ വെണ്ടയ്ക്കയും മസാലയെല്ലാം ഒന്ന് സെറ്റായി വരണം. അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വറ്റിച്ച് ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് മസാലയൊക്കെ ഒന്ന് പിടിച്ച് സെറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. മസാലയൊക്കെ പിടിച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. പിന്നെ ലാസ്റ്റിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവ് നോക്കിയിട്ട് അവരവരുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കണം നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. അധികം എരിവില്ലാത്ത പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കിയിട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ ലാസ്റ്റിൽ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. ഒന്നെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പപ്പടവും വെണ്ടയ്ക്കയും ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഉണ്ടാക്കിക്കോളൂ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Thank you.